പതിവ് പോലെ നോബൽ ഡൽഹിയിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ബ്രേക്കുമായിട്ട് നമുക്കൊപ്പമുണ്ട്. വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ KPCCയുടെ പുനഃസംഘടന ഉണ്ടാകുമോ? നമ്മുടെ KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റി അടൂർ പ്രകാശിനെ കൊണ്ടുവരുമോ? ഈ ചർച്ച വളരെ സജീവമായി നടക്കുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് അങ്ങനെ വലിയ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നാണ്. എന്നാൽ ഡൽഹിയിൽ നിന്ന് നോബൽ മാരിക്കാനെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് മറ്റൊന്നാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം, ചോദിച്ചു നോക്കാം നോബലിനോട്. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. ഇന്നുകൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. എന്താണ് ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? നിർണായകമായ ആ യോഗം ഇന്നാണല്ലോ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കോൺഗ്രസിന്റെ നിർണായകമായ യോഗം ഇന്ന് ഇന്ദിരാഭവനിൽ ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യക്ഷനടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയവുമില്ല. അതേസമയം എനിക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, നേതാക്കൾ നിരന്തരം പറയുന്നത് KPCCയിൽ മാറ്റങ്ങൾ ആവശ്യമില്ല, അത്തരത്തിൽ കെ സുധാകരനെ മാറ്റണ്ട എന്ന് പരസ്യമായി പറയുകയാണെങ്കിലും നേതാക്കളുടെ ഭൂരിഭാഗം അഭിപ്രായം അതല്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദീപാദാസ് മുൻഷിയുമായി നേതാക്കൾ, അതായത് കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഹൈക്കമാൻഡ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ എത്രയും വേഗം പുനഃസംഘടന നടത്തണം എന്നായിരുന്നു വ്യക്തമാക്കിയത്. ഇന്നലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്താണ്. അതിനു പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും KPCC അധ്യക്ഷൻ പുതിയ ആൾ വരണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ. പ്രധാനമായും കെ സുധാകരനെ മാറ്റി പുതിയൊരു അധ്യക്ഷൻ വരേണ്ട ആവശ്യം സംസ്ഥാനത്ത് ഉണ്ട് എന്ന് കേരളത്തിലെ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെട്ടു എന്ന് അറിയാൻ കഴിയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ കെ സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, സംസ്ഥാനത്ത് സംഘടനാ സംവിധാനം എന്നൊരു സാധനം നിലവിൽ ഇല്ല എന്ന് പോലും നേതാക്കൾ പറഞ്ഞതായി സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. KPCC അധ്യക്ഷ പദവിയിൽ കെ സുധാകരൻ ഇരിക്കുന്നു. അത്തരത്തിൽ ചില പദവികളിൽ ആളുകൾ ഇരിക്കുന്നതല്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് കോൺഗ്രസ് നടക്കുന്നില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം പുനഃസംഘടന വേണം എന്നാണ്, കെ സുധാകരനെ അടക്കം മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന വേണം എന്നാണ് ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിയിരിക്കുന്ന നിർദ്ദേശം. അത് നേതാക്കൾ ദീപാദാസ് മുൻഷിയുടെ അക്കാര്യം നേരിട്ട് തന്നെ ചർച്ചകളിൽ വ്യക്തമാക്കി എന്നാണ് വിവരം ഉള്ളത്. ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്കാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് കേരളത്തിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച വെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട എന്ന് പറയുമ്പോഴും പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ അസമിൻ്റെ യോഗം ഇവിടെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഓരോ നേതാക്കളെയും പ്രത്യേകം കാണുന്ന സാഹചര്യം, ഏറെക്കുറെ 3 മണിക്കൂറിലധികം ആ യോഗം നീണ്ടുപോയി എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് AICCയുടെ ഈ പുതിയ ആസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളിൽ നേതാക്കളെ പ്രത്യേകം ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കണ്ടേക്കും എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവരോട് കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞ് നേതാക്കളെ ബോധ്യപ്പെടുത്തുകയായിരിക്കും ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ളത്. കെ സുധാകരനെ അടക്കം കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഒരു പുനഃസംഘടന എന്ന രീതിയിലേക്ക് പോകാൻ തന്നെയാണ് നീക്കം. ഒറ്റ പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ പുനഃസംഘടന നടന്നാലും അത് നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്നാണ് വിവരം ഉള്ളത്. പ്രധാനമായും മാർച്ച് മാസത്തിൽ തന്നെ എന്താണെങ്കിൽ ഒരുപക്ഷെ ആദ്യ വാരമോ അല്ലെങ്കിൽ 2ാം വാരമോ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ KPCCയിൽ പുനഃസംഘടന നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിടാൻ ഇപ്പോഴുള്ളൊരു സംവിധാനം വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകുമെന്ന കൃത്യമായ ധാരണ നേതാക്കൾക്കുണ്ട്. ആ അഭിപ്രായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആ നേതാക്കളുടെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ ദീപാദാസ് മുൻഷിയോട് അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. കെ സുധാകരനോടുള്ള നേതാക്കളുടെ എതിർപ്പ് കൊണ്ടൊന്നുമല്ല ഇത്തരത്തിലൊരു തീരുമാനത്തിൽ, പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിലത്തെ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. KPCC ഓഫീസിൽ പോലും കൃത്യമായ രീതിയിൽ കെ സുധാകരന് എത്താൻ കഴിയുന്നില്ല എന്നടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നേതാക്കൾക്ക് പലർക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള പ്രതിസന്ധി കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ എത്രയും വേഗം പുനഃസംഘടന അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ, ഒരുപക്ഷെ മറ്റേതെങ്കിലും നിർണായക പദവിയിലേക്ക് സുധാകരൻ വഴങ്ങാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ മറ്റേതെങ്കിലും നിർണായക പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാമെന്നൊരു നിർദ്ദേശവും ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കാം എന്ന സൂചനകൾ ഉണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണെങ്കിലും ഇന്ന് നിർണായക ചർച്ചകൾ തന്നെയാണ് ദില്ലിയിൽ നോബലാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ പലരും പുറത്തു വന്ന് നിഷേധിക്കുന്നുണ്ട്. കെ സുധാകരൻ മാറേണ്ട സാഹചര്യമില്ല, എന്തിനാണ് ഇപ്പോൾ മാറുന്നത് എന്നൊക്കെ ശശി തരൂർ ചോദിച്ചു. പിന്നീട് രമേശ് ചെന്നിത്തലയൊക്കെ ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇക്കാര്യം തന്നെ പറഞ്ഞു. ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും KPCC അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പല നേതാക്കളും ദീപാദാസ് മുൻഷിയോട് പറഞ്ഞതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദീപാദാസ് മുൻഷി അങ്ങനൊരു റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ, കേരളത്തിലെ മുതിർന്ന പഴയ KPCC നേതാക്കളുടെയൊക്കെ വാക്കുകൾ കേട്ടതിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ
നേതാക്കളുടെയും KPCC അധ്യക്ഷൻ കെ സുധാകരന്റെയും വാക്കുകൾ കേട്ട ശേഷമായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മണിക്കൂറിൽ വരെ കേരളത്തിന്റെ KPCC അധ്യക്ഷനും ആസാമിലെ PCC അധ്യക്ഷനും മാറണം എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ സുധാകരനെ അപമാനിച്ചുകൊണ്ടായിരിക്കില്ല എന്നുള്ളതും ഏറെക്കുറെ വ്യക്തമാണ്. കെ സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പാർട്ടിയിൽ തന്നെ ഒരു ഉന്നത പദവി നൽകിയായിരിക്കും കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാറ്റുക. പാർട്ടി നേതാക്കൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്, ഒരു നേതൃത്വത്തിന്റെ അഭാവം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മുതിർന്ന നേതാക്കൾക്കാണ് കേട്ടോ. അപ്പോൾ മാത്രമല്ല, പാർട്ടി ബൂത്ത് തലം മുതൽ സജീവമാകേണ്ട സമയമാണ്. CPM സംസ്ഥാന സമ്മേളനത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ CPM സർവ്വ മെഷീനറിയും എടുത്ത് റെഡിയായി നിൽക്കുമ്പോൾ കോൺഗ്രസിന് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നൊരു വലിയ പരാതി കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയുണ്ട്. ഇത് ദീപാദാസ് മുൻഷി അറിയിച്ചു. അനേകം ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.